അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് എംഎൽഎ സ്ഥാനം രാജിവെക്കുമെന്ന് പി.സി. ജോർജ്. രാജിക്ക് ശേഷം കേരള കോൺഗ്രസ് സെക്യുലറിന്റെ നേതൃത്വം ഏറ്റെടുക്കും. സ്പീക്കറുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ തീരുമാനമേ ഉണ്ടാകൂ എന്ന് വ്യക്തമായി. ഇടതുപക്ഷം ശരിയാണെന്ന് തോന്നിയെന്നും പി.സി. ജോർജ് പറഞ്ഞു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്താൽ യു.ഡി.എഫിന് അനുകൂലമായി വോട്ട് ചെയ്യേണ്ടി വരുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. അത് പാലിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വോട്ട് ചെയ്യേണ്ടി വന്നാൽ അത് മനസാക്ഷിക്ക് വിരുദ്ധമാവും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ അനുവാദത്തോടെ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് താൻ രാജിവെക്കും. ഒരു നിയമസഭ ചേരുമ്പോൾ തീർച്ചയായും യു.ഡി.എഫിന് അനുകൂല വോട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്, നിയമം അനുസരിച്ച്. ആ നിയമം പാലിക്കാതിരിക്കാൻ പറ്റിയാൽ എനിക്ക് യു.ഡി.എഫിന് അനുകൂല വോട്ട് ചെയ്യുന്നതിന് മനസാക്ഷിക്ക് വിരുദ്ധവുമാണ്. ആ നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ജനങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ എം.എൽ.എ. സ്ഥാനം രാജിവെക്കുക എന്നതാണ്. എം.എൽ.എ. സ്ഥാനം രാജിവെച്ചതിന് ശേഷം സെക്യുലർ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കും. ഞാൻ നിയമസഭാധ്യക്ഷൻ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി ആ സെക്യുലർ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. സ്പീക്കറുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ തീരുമാനം മാത്രമേ ഉണ്ടാകൂ എന്ന കാര്യം എനിക്ക് വ്യക്തമായി. ഇടതുപക്ഷമാണ് ശരിയെന്നും ജോർജ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രചരണ വേദികളിൽ ജോർജ് സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ കോടിയേരി അടക്കമുള്ള നേതാക്കളുമായി ജോർജ് വേദി പങ്കിട്ടിരുന്നു. തന്റെ ഭാവി പ്രവർത്തനങ്ങൾ എൽ.ഡി.എഫ് നേതാക്കളുമായി ആലോചിച്ചായിരിക്കുമെന്നും ജോർജ് വ്യക്തമാക്കിയിരുന്നു. റിപ്പോർട്ടർ, കോട്ടയം.